കർണാടകയിലെ ധർമ്മസ്ഥലയിലെ അത്യധികം ദുരൂഹമായ നിഗൂഢമായ കൂട്ട ശവമടക്കൽ സംഭവത്തിൽ ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു കർണാടക സർക്കാർ. 20 സംഘം അതിൽ ഓരോ മരണവും അന്വേഷിക്കാൻ പോവുകയാണ്. അപ്പോൾ 95 മുതൽ 2012 വരെ നടന്ന ഇത്തരം കൂട്ട ശവമടക്കൽ അതിൽ 2014 വരെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്ന നിരവധി പേരെ ഇങ്ങനെ അടക്കാനോ അല്ലെങ്കിൽ സംസ്കാരം നടത്താനോ ഒക്കെ നിർബന്ധിച്ചു എന്ന ഒരു ശുചിത്വ തൊഴിലാളിയുടെ പരാതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ വിഷയം വിവാദമാകുന്നതും വലിയ അന്വേഷണം മാധ്യമങ്ങളൊക്കെ നടത്തുന്നതും നിരവധി പരാതികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുന്നതും ഈ മരിച്ച ആളുകളുടെയൊക്കെ ബന്ധുക്കൾ രംഗത്ത് വരുന്നതുമൊക്കെ നമ്മൾ കണ്ടതിപ്പോൾ പുതിയൊരു അന്വേഷണ സംഘം വരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു സത്യസന്ധമായ അന്വേഷണം നടക്കുമോ അല്ലെങ്കിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന വിഷയമാണ് അവസാനമായി നമ്മൾ സംസാരിക്കുന്നത്. സാർ, ഒരു സത്യസന്ധമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കും, ഈ ദുരൂഹത പൂർണ്ണമായും നീക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടോ? അല്ല, അത് നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യഘട്ടത്തിൽ SIT-യിൽ തന്നെ 4 പേരുണ്ടായിരുന്നതിൽ ഒരു സീനിയറായിട്ടുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥർ മാറി. അപ്പം തന്നെ നമുക്കതിനെക്കുറിച്ച് അത് ആ SIT തന്നെ പ്രതിസന്ധിയിലായി എന്നുള്ളത് തുടങ്ങുന്നത് പോലും അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ആദ്യമേ വന്നു. പിന്നീടാണ് 20 ആക്കി അത് മാറ്റുന്നത്. പിന്നെ അതിൻ്റെ ഘടന മാറ്റി കുറെ കൂടി അത്ര ഉയർന്നവരല്ലാത്ത ഉദ്യോഗസ്ഥരെ കൂടി അതിനോട് ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ആ SIT ഉള്ളത്. അതേസമയം യഥാർത്ഥത്തിൽ ഇതിൽ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള ഒരു നടപടി പാരലായിട്ട് നടന്ന കാര്യവും ഇതിനകത്ത് വളരെ പ്രധാനമാണ്. അതായത് ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്തു വരാതിരിക്കാൻ അവിടുത്തെ ഒരു സബ് കോർട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആ ഉത്തരവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ധർമ്മസ്ഥല എന്ന് പറയുന്ന ധർമ്മസ്ഥലത്തെ ഈ ക്ഷേത്രത്തെ കുറിച്ച് പരാമർശിക്കാതെയും അവിടുത്തെ അധികാരിയായ ഇതിൻ്റെ പത്രാധികാരി എന്നാണ് ധർമാധികാരിയും പിന്നെ എന്തോ ഒരു പേരുമുണ്ട് ആയിട്ടുള്ള വീരേന്ദ്ര ഹെഗ്ഡെ എന്ന് പറയുന്ന ആളെ മെൻഷൻ ചെയ്യാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹർഷേന്ദ്ര കുമാർ അങ്ങനെ എന്തോ ഈ പേരുകളുള്ള ഇവരുടെ പേരുകൾ പരാമർശിക്കാതെയും മാത്രമേ വാർത്തകൾ കൊടുക്കാൻ പാടുള്ളൂ. ധർമ്മസ്ഥല എന്ന് മെൻഷൻ ചെയ്യാനും കൂടി പാടില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഗാഗ് ഓർഡർ എന്ന് നമുക്ക് പറയാവുന്ന മാധ്യമങ്ങളുടെ വായ മൂടി കെട്ടുന്ന ഒരു ഓർഡർ വന്നു. അത് സുപ്രീം കോടതിയിലെത്തി. അതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിലേക്ക് പോയി. ഈ ഒരു മാധ്യമ ഗ്രൂപ്പ് തന്നെയാണ് അത് പോയത്, തേർഡായി പോയതാണ്. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതിയിൽ പോകാതെ നേരെ അവിടെ വന്നുകൊണ്ട് തന്നെ അത് സുപ്രീം കോടതി അതിനകത്ത് ഇടപെടാൻ വിസമ്മതിച്ചു. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. സൈഫ്, എന്തുകൊണ്ടാണ് ഒരു സ്ഥലത്ത് ഇങ്ങനെ വലിയൊരു തരത്തിലുള്ള ഒരു കൂട്ടക്കുഴിമാടമുണ്ടാക്കി ഇതുപോലെ സംസ്കരിക്കപ്പെട്ടു എന്നതിന് പല തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും ചില തെളിവുകൾ. ഇപ്പോൾ ആദ്യത്തെ കേസിലൊക്കെ ഒരു തെളിവൊക്കെ വന്ന പത്മാവതി എന്നോ പേരുള്ള ആ കുട്ടിയുടെ മലയാളി തന്നെ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ കേസിൽ അവിടെ നിന്ന് അസ്ഥി കണ്ടെടുത്തു എന്നതുവരെയുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ അത്രയും തെളിവുകൾ പോലും ഉണ്ടായിരുന്ന, നേത്രാവതി പുഴയിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നത്, അത്രയും തെളിവുകൾ പോലും ഉള്ള ഒരു കേസ് ഉൾപ്പെടെയുള്ള ഈ കേസുകൾ പരിശോധിക്കുന്നതിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? അതെന്തുകൊണ്ടാണത് പുറത്തു വന്നത്? അപ്പോൾ അതിൻ്റെ സുതാര്യത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഠിനമായ ശ്രമം, ഒരു ഗൂഢമായ ശ്രമം നടക്കുന്നുണ്ട് എന്നതുകൊണ്ടാണല്ലോ ഇത് സംഭവിക്കുന്നത്. അത് ആ ഗൂഢശ്രമം ഈ അന്വേഷണത്തിൻ്റെ അവസാനം വരെ ശക്തമായി നിലനിൽക്കുകയാണ്. അങ്ങനെ ഒരു സമ്മർദ്ദം ഈ SIT-ക്ക് മേൽ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ ഗവൺമെൻറ്, അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ് ഇതിനകത്ത് നിലപാടെടുത്ത് നിൽക്കുകയാണ്. അത് പൂർണ്ണമായും വെളിച്ചത്ത് കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നു. BJP, അവിടുത്തെ പ്രതിപക്ഷം പറയുന്നത് ഈ ക്ഷേത്രത്തെ ഒരിക്കലും നിങ്ങൾ കളങ്കപ്പെടുത്തരുത്, ക്ഷേത്രത്തിൻ്റെ പേര് കളങ്കപ്പെടുത്തരുത്, ഇൻഡിവിജ്വൽസ് ഉന്നയിക്കുന്ന സാധനങ്ങളെ ആ നിലയ്ക്ക് മാത്രം കാണുക തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ ഈ അന്വേഷണത്തെ പൂർണ്ണമായും അടച്ച് എതിർക്കുന്ന ആരുമില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ ചില ഗ്രൂപ്പുകൾ, ചില താല്പര്യങ്ങൾ ഇതിന് എതിരായി നിൽക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ ഗാഗ് ഓർഡർ വന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതാരാണ് എന്നുള്ളതാണ് അന്വേഷണം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായി നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ ഈ ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക്, ഈ പറയുന്ന ഹെഗ്ഡേക്കായാലും അദ്ദേഹത്തിൻ്റെ ചേർന്ന് നിൽക്കുന്ന മറ്റാളുകൾക്കായാലും ആ ഭരണ സമിതിക്ക് തന്നെയായാലും ഈ പറയുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്. അവർ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരല്ല.
ഈ ക്ഷേത്രം എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാം, ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ധർമ്മസ്ഥലയിൽ പോകുക എന്ന് പറയുന്നത് അവരുടെ ഒരു വലിയ ഭക്തിയുടെയൊക്കെ വലിയ ഒരു സംഗതിയായിട്ടാണ് കാണുന്ന ആളുകൾ. എത്രയോ ആളുകൾ തീർത്ഥാടകരായിട്ട് അവിടെ പോകുന്നതാണ്. വലിയ സമ്പത്തുള്ള ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഈ കുടുംബത്തിന് മറ്റ് ചില ബിസിനസ്സുകളും ധാരാളമായി ഉണ്ട്. അവർ എന്താ പറയുക, മൈക്രോ ഫിനാൻസ് നടത്തുന്നവരാണ്. ഈ പറയുന്ന ആ ദക്ഷിണ കന്നഡ ഭാഗങ്ങളിൽ മുഴുവൻ മഞ്ചേശ്വരം മണ്ഡലത്തിൽ 25,000 സ്ത്രീകൾ ഇവരുടെ മൈക്രോ ഫിനാൻസിൽ അംഗങ്ങളാണെന്നാണ് പറയുന്നത്. 10,000 കോടിയാണ് ഇവർ ആ നിലയ്ക്ക് വായ്പ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് അല്ലാതെ തന്നെ കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ്. അപ്പോൾ ഈ നിലയ്ക്ക് ഒരുപാട് താല്പര്യങ്ങളുള്ള ആളുകളാണ്. എന്നാൽ ഈ പറയുന്ന വീരേന്ദ്ര ഹെഗഡെ എന്ന് പറയുന്ന ആൾ രാജ്യസഭാംഗമായിട്ടുണ്ട്. അദ്ദേഹത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ സർവരാൽ ആദരിക്കപ്പെടുന്ന ആളുകളാണ്. ഏത് പാർട്ടിയും അദ്ദേഹത്തെ അങ്ങനെ അപമാനിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ആ പാർട്ടികളുടെ മുഴുവൻ എന്താ പറയുക, അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റിയുള്ള ഒരു ആളും കൂടിയാണ്. അപ്പോൾ ഈ താല്പര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ, ഇതെല്ലാം ഇതിൽ വരാൻ പോകുന്നു, അത് സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ ശക്തമായ സൂചനകൾ അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ 100-ൽ പരം കേസുകൾ എങ്ങനെയാണ് ഇൻഡിവിജ്വലി ഓരോന്നായി എടുത്ത് SIT അന്വേഷിക്കാൻ പോകുന്നത്, അതിനെവിടം വരെ പോകാൻ കഴിയും എന്നുള്ള വലിയ ചോദ്യമാണ്. ചിലതിന് മാത്രമാണ് നമുക്ക് വ്യക്തമായ നേരിട്ടുള്ള മൊഴികളുണ്ടാവുക, തെളിവുകളുണ്ടാവുക. അത് എത്ര കാലം ആ കുടുംബങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായും ഒരു മൂടി വയ്ക്കാൻ ശ്രമിച്ച വലിയൊരു സംഗതി പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ അതേപടി ഇതുവരെ നിൽക്കുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. അത്രയ്ക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളുകളാണ് ഇതിൻ്റെ മറുപക്ഷത്ത് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ നമ്മൾ ആരെയും അതിൽ അക്യൂസ്ഡായിട്ട് കാണുന്നില്ല. പക്ഷേ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരിടത്താണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഉത്തരവാദിത്തം ഉള്ള ആളുകൾ ഏത് അന്വേഷണത്തെയും പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ പറയുന്ന ക്ഷേത്രത്തിൻ്റെ പേര് വീണ്ടെടുക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ അങ്ങനെ ദുർമരണങ്ങൾ നടന്നിട്ടില്ല. അവരെ ആരെയും അവിടുത്തെ ഒരു സംഗതി എന്ന നിലയിൽ അത് ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കപ്പെടുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. അതിന് ആ സുതാര്യമായ അന്വേഷണത്തെ തടയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ചില താല്പര്യങ്ങൾ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്ന്. അതുകൊണ്ട് ഇനി കാത്തിരുന്ന് കാണുക. അത് ആ അന്വേഷണം എവിടം വരെ പോകും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കാനേ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നീതി ലഭ്യമാവുക എന്ന് പറയുന്നത് പരമപ്രധാനമായ കാര്യമാണ്. ധർമ്മസ്ഥലയിലെ മിസ്റ്റീരിയസ് ബറിയൽസിന് ഒരു മതപരമോ വിശ്വാസപരമായ ഒരു കണക്ഷനുണ്ട്. അപ്പോൾ ഇത്തരം വിശ്വാസപരമായ കണക്ഷനുള്ള സംഭവങ്ങളിലൊക്കെ അന്വേഷണവും നിയമപരമായ പോരാട്ടമൊക്കെ എവിടെ എത്തി എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള പല സംഭവങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ സമാനമായൊരു വിധി തന്നെ ആയിരിക്കും ഈ ധർമ്മസ്ഥലയും സംഭവിക്കാൻ പോകുന്ന ഒരാശങ്കയുണ്ടോ? ഇപ്പോൾ നമ്മൾ സാധാരണ ഈ അപസർപ്പക നോവലിലൊക്കെ കാണുന്ന പലതരം എലമെൻറ്റുകളുണ്ടല്ലോ, ആ എലമെൻറ്റുകളെല്ലാം, ആ ഘടകങ്ങളെല്ലാം ഒത്തുചേർന്നിട്ടുള്ളൊരു എപ്പിസോഡാണ് ഈ ടോട്ടൽ ഇതുവരെ വന്നിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇത് വാർത്തയിൽ വരുന്നത് അവിടെ ശുചീകരണ തൊഴിലാളിയായിരുന്ന ഈ 19 വർഷം അവിടെ ശുചീകരണ തൊഴിലാളിയായിട്ട് വർക്ക് ചെയ്ത ഒരു ദലിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ചില കൺഫെഷൻസ് നടത്തുകയാണ്. ആ കൺഫെഷൻസ് എന്താണ്? അങ്ങേര് അവിടെ തൊഴിലാളിയായി നിൽക്കുന്ന സമയത്ത് 100ഓളം ബോഡീസ് അവിടെ എക്സ്യൂം ചെയ്യപ്പെട്ടു, അവിടെ കത്തിക്കുകയോ കുഴിച്ചു മൂടുകയോ ചെയ്തു. അതിൽ കൂടുതലും സ്ത്രീകളായിരുന്നു. അവരിൽ മഹാഭൂരിപക്ഷവും ലൈംഗികാതിക്രമങ്ങൾക്ക് വിധേയമായിരുന്നു. ഒരു കുഞ്ഞിനെ സ്കൂൾ ബാഗോട് കൂടിയാണ് കുഴിച്ചു മൂടിയത് എന്നൊക്കെ പറയുന്ന ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതാണ് ഇപ്പോൾ വാർത്തയാണ്. പക്ഷേ ഇത് ജൂലൈയിലാണ് സംഭവം, ജൂലൈ തുടക്കത്തിലാണ്. കഴിഞ്ഞ മാർച്ചിൽ അവിടെ MD സമീർ എന്ന് പറഞ്ഞിട്ട് അറിയപ്പെട്ടൊരു യൂട്യൂബറുണ്ട് കന്നഡയിൽ, ദൂത്ത് എന്നതാണ് പുള്ളിയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അങ്ങേര് ഇതിലേക്ക് സൂചന നൽകുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ 4 ദിവസം കൊണ്ട് 18 മില്യൺ ആളുകളാണത് കണ്ടത്. വിത്തിൻ ഡേയ്സ് 18 മില്യൺ ആളുകളാണ്. അതിപ്പോൾ അവൈലബിൾ അല്ല. ഈ പറഞ്ഞ മാതിരി അതിനെതിരെ കേസ് വന്നു. VPN വഴിയൊക്കെ മറ്റേ അത് കിട്ടുകയുള്ളൂ. ഈ ജൂലൈയിൽ പുള്ളി വേറൊരു വീഡിയോ ചെയ്തിരുന്നു, ഒരു AI ജനറേറ്റർ വീഡിയോ. അതാണ് ഈ 4 ദിവസം കൊണ്ട് 4 മില്യൺ ആളുകൾ കണ്ടത്. അതൊക്കെ ഈ പറഞ്ഞ ഈ ഗാഗ് ഓർഡർ വന്നതിന് ശേഷം അതിനെതിരെയൊക്കെ നിയമ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഈ സമീറിനെതിരെ ഒരു FIR ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ രസകരമായ കാര്യമാണ്. ഈ എപ്പിസോഡിൽ വന്നിട്ടുള്ള ഒരുപക്ഷെ ആദ്യത്തെ FIR എന്ന് പറയുന്നത് ഈ യൂട്യൂബർക്കെതിരെയാണ്. അല്ലാതെ ഈ
ഈ കുഴപ്പങ്ങളുണ്ടാക്കിയ അല്ലെങ്കിൽ കുഴപ്പങ്ങളുണ്ടാക്കിയെന്ന് ആരോപിക്കപ്പെട്ട ആളുകൾക്കെതിരല്ല. അപ്പോൾ ഈ മനുഷ്യനുണ്ടല്ലോ, ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞാൽ 95 മുതൽ 2014 വരെയാണ് അവിടെ ജോലി ചെയ്യുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം 95-ന് മുമ്പും ഈ സ്ഥാപനത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1987 അവിടെ പത്മലത എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. അതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങളുണ്ടാകുകയും പ്രക്ഷോഭങ്ങളുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. 2003 അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു കുട്ടി, അവർ അവിടെ പോയതിന് ശേഷം ഡിസപ്പിയർഡ്, അവരെന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അത് വലിയ വിവാദമായിട്ടുണ്ട്. 2012 ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ഈ സൗജന്യ കേസ്, സൗജന്യ ആക്ഷൻ കമ്മിറ്റി, ജസ്റ്റിസ് ഫോർ സൗജന്യ, അന്ന് വലിയ നിലയിൽ വാർത്തയിൽ വന്നിട്ടുള്ള, ഇപ്പോഴും സൗജന്യ കേസ് ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. സൗജന്യ ഈ പറഞ്ഞ മാതിരി അവർ റേപ്ഡ് ആൻഡ് മർഡേർഡ് എന്നാണ് പറയപ്പെടുന്നത്. അറിയില്ല, അറിയില്ല. പെൺകുട്ടിയെ ആയിരുന്നില്ല, വേറെ പെൺകുട്ടിയായിരുന്നു ലക്ഷ്യം വെച്ചത്. ആ പെൺകുട്ടിയാണ്, അവരുടെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ ഇതിൽ കൗതുകം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടപ്പെട്ട ആളാണ് ഈ പറയുന്ന ഈ അവിടുത്തെ ധർമാധികാരിയായിട്ടുള്ള ഹെഗ്ഡെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് കാണാം, രാഹുൽ ഗാന്ധിയും സിദ്ധരാമയ്യയും അവിടെ പോയിട്ടുണ്ട്, BJPയുടെ നേതാക്കന്മാരെ അവിടെ പോയിട്ട്. അങ്ങനെ MP, അങ്ങനെ രാജ്യസഭാ നോമിനേറ്റഡ് MP ആട്ടോ. എന്നുവെച്ചാൽ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത MP ആണ്. ആരാണ് ഇപ്പോൾ പ്രത്യേകമായ കഴിവുകളുള്ള ആളുകളെയാണ് നോമിനേറ്റ് ചെയ്യുക. അങ്ങനെ MP ആയിട്ട് ഇപ്പോഴും രാജ്യസഭാ MP ആയിട്ട് നിൽക്കുന്ന ആളാണ് ഈ വീരേന്ദ്ര ഹെഗ്ഡെ എന്ന് പറയുന്നത്. വലിയ സമ്പദ് സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ്. പറഞ്ഞാൽ കർണാടകയിൽ ഏറ്റവും വലിയ മൈക്രോ ഫിനാൻസ്, ആ പ്രദേശങ്ങളെല്ലാം ഉള്ള ക്വാറികൾ, മൈന്, ഏതാണ്ടെല്ലാം ആ പ്രദേശം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ആ പ്രദേശം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കയ്യിലാണ്. ഇതിലൊരു കൗതുകം, 800 വർഷം പഴക്കമുള്ളതാണ് ധർമ്മസ്ഥല മഞ്ജുനാഥ ടെമ്പിൾ എന്ന് പറയുന്നത്. അതൊരു ഹിന്ദു ടെമ്പിളാണ്. പക്ഷേ ഈ കുടുംബം റിലീജിയസ്ലി ജെയിൻസാണ്, ജൈന കുടുംബമാണ്. ഇത് ഈ ഞാൻ പറഞ്ഞ നിരവധി ആരോപണം മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ ഉണ്ടായതാണ് എല്ലാവരും ഞെട്ടിക്കുന്നത്. പക്ഷേ രസം എന്ന് വെച്ചാൽ അവിടുത്തെ BJP ആണ്, കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അവർ സൈറ്റ് രൂപീകരിച്ചു, പക്ഷേ അവർക്കൊരു ആവേശമൊന്നുമില്ല. ഈ ആളുകൾ നിങ്ങളെന്താണ് ഇവന്മാരൊന്നും പിടിക്കാത്തതെന്നുള്ള പ്രശ്നം പ്രതിപക്ഷത്തിനുമില്ല. എന്നാൽ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മാധ്യമങ്ങളല്ലേ എടുക്കുന്നത്? മാധ്യമങ്ങൾക്കും ഇല്ല. അവിടെയുള്ള ഒരു വാർത്താ ചാനലും അവിടെയുള്ള ഒരു പത്രവും ഇതേക്കുറിച്ച് വാർത്തകൾ ചെയ്യുന്നില്ല. വാർത്തകൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ കുടുംബത്തിന് അനുകൂലമായിട്ടുള്ള പോസിറ്റീവ് സ്റ്റോറികളാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇത് സംബന്ധമായി കന്നഡയിൽ വാർത്ത ചെയ്തത് മംഗലാപുരത്ത് പ്രസിദ്ധീകരിക്കുന്ന വാർത്താഭാരതി എന്ന് പറയുന്ന പത്രമാണ്. അപ്പോൾ വാർത്താഭാരതിയുടെ ഡിജിറ്റൽ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്ത ആൾ എൻ്റെ സുഹൃത്താണ്. ഞാനിപ്പോൾ വരുന്നതിന് മുമ്പ് പുള്ളിയായിട്ട് സംസാരിച്ചു. പുള്ളി പറയുന്നത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും 5 നോട്ടീസുകൾ അവിടെ കിട്ടിക്കഴിഞ്ഞു. 5 നോട്ടീസുകൾ അവിടെ കിട്ടിക്കഴിഞ്ഞു. ആദ്യം വാർത്താഭാരതിയാണ് വാർത്ത ചെയ്യുന്നത്, പിന്നെ ടൈംസ് നൗ ചെയ്യുന്നുണ്ട്, പിന്നെ ന്യൂസ് മിൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളി എന്നോട് ഈ കക്ഷി പറഞ്ഞു വെച്ചാൽ പിന്നെ കാര്യമായിട്ട് വന്നത് മലയാള മാധ്യമങ്ങളാണ്. കന്നഡ മാധ്യമങ്ങൾ ഇത് വാർത്തയല്ല. അപ്പോൾ കന്നഡ മാധ്യമങ്ങൾക്ക് വിഷയമല്ല, കന്നഡയിലെ ഭരണപക്ഷത്തിന് വിഷയമല്ല, കർണാടകയിലെ പ്രതിപക്ഷത്തിന് വിഷയമല്ല എന്ന് മാത്രമല്ല, അതിവിചിത്രമായൊരു ഗാഗ് ഓർഡർ. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത്രയും വിചിത്രമായിട്ടുള്ളൊരു ഗാഗ് ഓർഡർ ഉണ്ടായിട്ടുണ്ടാവില്ല. ബാംഗ്ലൂരിലെ സെഷൻ കോർട്ടാണ്. ആ ഗാഗ് ഓർഡറിൻ്റെ എന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടി ഇല്ല, അതിൻ്റെ എക്സ് പാർട്ടി വിധിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഗാഗ് ഓർഡറിൽ ഇവർ കൊടുത്തിരിക്കുന്നത് 300 ചില്ലാനും 388 എൻ്റെ ഓർമ്മ, 300 ചില്ലാനും റെസ്പോണ്ടൻസ് ആണുള്ളത്. എന്ന് വെച്ചാൽ അത്രയും മാധ്യമ സ്ഥാപനങ്ങളെ എതിർകക്ഷിയാക്കി വെച്ചുകൊണ്ടാണ് ഇവർ പെറ്റീഷൻ കൊടുക്കുന്നത്, ഗാഗ് ഓർഡറുള്ള പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ. അത്രയും കക്ഷികൾ ആ കേസിൽ ഹാജരാണല്ലോ. അതൊന്നും ഇല്ലാതെ എക്സ്പാർട്ടി ആയിട്ടാണ് വിധിക്കുന്നത്. ആ വിധിയിൽ 8842 ഓൺലൈൻ ലിങ്കുകൾ റിമൂവ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. 8842 ഓൺലൈൻ ലിങ്കുകൾ, 4140 യൂട്യൂബ് വീഡിയോ ലിങ്കുകൾ ഈ സെഷൻസ് കോഡ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കോടതി, മാധ്യമങ്ങൾ, ഭരണപക്ഷം, പ്രതിപക്ഷം എല്ലാവരും എന്താണ് ഇതിൽ ഒരു പക്ഷമാണ്. അതിവിചിത്രമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനൊരു ഇതെന്തിനെക്കുറിച്ചാണ് സൈഫു? മനുഷ്യരെ ഡിസപ്പിയർഡായ ഒരുപാട് കുഞ്ഞുങ്ങൾ, ഒരുപാട് പെൺകുട്ടികൾ അവർ ബലാത്സംഗം ചെയ്യപ്പെട്ടതിനെക്കുറിച്ച്, അവർ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച്, അവർ അപ്രത്യക്ഷരായതിനെക്കുറിച്ച്, അവരുടെ ശവശരീരം പോലും ബന്ധുക്കൾക്ക് കിട്ടാത്തതിനെക്കുറിച്ചിട്ടുള്ള ബീഭത്സമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ളൊരു സംഗതിയാണ്. അത് നമ്മുടെ നാട്ടിലൊരു ചർച്ചയേ ആകുന്നില്ല. ഇതിലും ഇരകളാക്കപ്പെട്ട മനുഷ്യർ 99 ഏതാണ്ട് എല്ലാവരും ഹിന്ദുക്കളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അവിടെ ക്ഷേത്രത്തിൽ പോയ ആളുകൾ. അതേക്കുറിച്ച് പലരും പറയുന്നത് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ അവിടുത്തെ ധർമാധികാരിയായിട്ടുള്ള ആളുടെ അനുജൻ, അദ്ദേഹത്തിന് നല്ല പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്
അവരെ വേണ്ടി വരും. അതിന് വഴങ്ങാത്തവരെ ഇല്ലാതാക്കും. ഒരു പ്രദേശത്ത് ഒരു ക്വാറി, ഒരു മൈൻ തുടങ്ങണമെന്ന് വെച്ചാൽ ആ ഭൂമി അദ്ദേഹത്തിന് വിലക്ക് വാങ്ങണം. അതിന് തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെ അത് എന്താണോ ചെയ്യേണ്ടത് ചെയ്തിരിക്കും. ഇങ്ങനെ പെരുമാറുന്ന, അവിടെ സർവാധികാരിയായി പെരുമാറുന്ന, എതിർ നിൽക്കുന്ന സർവരെയും നിഷ്കാസനം ചെയ്തുകൊണ്ട് പെരുമാറുന്ന ഒരാളെന്നാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ആക്ഷേപം. അപ്പോൾ ഇതിലെ ഇരകൾ ഹിന്ദുക്കളാണ്, ഹിന്ദു സ്ത്രീകളാണ്. ഹിന്ദു സ്ത്രീകൾ 3 ഹിന്ദു സ്ത്രീകളെ കൊണ്ട് ആ സിറിയയിൽ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞൊരു ദേശീയ തലത്തിൽ ക്യാമ്പയിൻ നടത്തിയ ഒരു പ്രസ്ഥാനം ഇവിടെയുണ്ട്. 3 സ്ത്രീകൾ കല്യാണം കഴിച്ചു സിറിയയിലോ അഫ്ഗാനിസ്ഥാനിലോ പോയി എന്നതിൻ്റെ പേരിൽ കേരളത്തിൽ മാത്രം 35,000 പെമ്പിള്ളേരെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ നടത്തിയാണ് ഹിന്ദുത്വ സംഘടനകൾ. അവരെന്താ ഇതേക്കുറിച്ച് ഒരു അക്ഷരം പറയാത്തത്? ഇവിടെ ഇരകളാക്കപ്പെട്ടവരെല്ലാം ഹിന്ദു സ്ത്രീകളാണല്ലോ. അവരുടെ ജീവിതം, അവരുടെ മാനം, അവരുടെ കുടുംബം, അവർക്ക് വേണ്ടി അവരുടെ നീതി, അതൊരു വിഷയമല്ലേ? RSS ഒന്നും പറയുന്നില്ല, BJP ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണ്? അപ്പോൾ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും ഭീകരമായിട്ടുള്ള ഭീഭത്സമായൊരു സംഭവം SIT രൂപീകരിച്ചു. ഇന്നാണ് അവരുടെ ഫസ്റ്റ് യോഗം എന്ന് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നില്ല SIT ഇതിൽ സീരിയസ് ആയിട്ട് കടക്കും എന്നുള്ളത്. കാരണം അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് കടക്കാൻ, അല്ലെങ്കിൽ എന്ത് വേണം, അതിനാവശ്യമായ ഒരു ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രഷർ ഉണ്ടാവണം. ഇതൊന്നുമില്ല. മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രഷർ ഉണ്ടാവണം. ഇതൊന്നും ഉണ്ടാകുന്നില്ല. വളരെ കൂളാണ്. കുറച്ചെങ്കിലും ഇത് ഡിസ്കഷൻ നടക്കുന്നതും വാർത്തകൾ വരുന്നതും ഇത് മലയാള മാധ്യമങ്ങളിലാണ്. അതുകൊണ്ട് ആ മനുഷ്യർക്ക് നീതി കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിങ്ങനെ കുറച്ച് ദിവസം കുറച്ച് വാർത്തകളായിട്ട് വരും. പിന്നെയും കുറേ ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറേ വർഷം കഴിയുമ്പം വേറെ ഏതോ ഒരാളൊരു കൺഫെഷൻ നടത്തുമ്പോൾ അന്ന് ചിലപ്പം വേറെ വാർത്തകളുണ്ടാവും എന്നല്ലാതെ ഈ മനുഷ്യർക്ക് നീതി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരി, എത്രയൊക്കെ എങ്ങനെയൊക്കെ മൂടി വച്ചാലും സത്യം ഒരു നാൾ മറനീക്കി പുറത്തു വരും എന്ന ആപ്തവാക്യം ഇവിടെ ഈ കേസിൽ വിശ്വാസത്തിലെടുക്കാൻ പറ്റുമോ? ഇവിടെ ദുരൂഹമായി നിഗൂഢമായി കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാത്തിരുന്നു കാണാം.